നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കിയാലോ. ഇതൊരു ഗ്ലാസ് കുടിക്കുകയും നമ്മുടെ ക്ഷീണവും ദാഹവും വിശപ്പും ഒക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടും. ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമ്മൾ തയ്യാറാക്കുന്ന ജ്യൂസാണ് ക്യാരറ്റ് ബനാന ജ്യൂസ്. ക്യാരറ്റ് ബനാന ജ്യൂസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം എടുക്കുക. ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പഴുത്ത പഴം എടുത്താൽ മാത്രം മതി. പിന്നെ നമ്മളിതിലേക്ക് ഒട്ടും പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. അതിന് പകരം ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 6 ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ചെറിയ മധുരം മാത്രമേ ഉള്ളൂ. നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഡേറ്റ്സ് എടുക്കാം. 8 കാഷ്നട്ട്, നല്ല തണുത്ത 1/2 ലിറ്റർ പാല്, 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നല്ലതുപോലെ വേവിച്ചിട്ട് വേണം ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട്. ആദ്യം നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 6 ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ 8 കാഷ്നട്ട്, ഇതിന് പകരം ബദാമോ കാഷ്നട്ടും ബദാമോ എങ്ങനെ വേണോ എടുക്കാവുന്നതാണ്. പിന്നെ പഴം ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ്, ഞാനിവിടെ ക്യാരറ്റ് വേവിച്ച് അതേ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ക്യാരറ്റ് വേവിച്ചതിന് ശേഷം നല്ലതുപോലെ ചൂട് മാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള 1/2 കപ്പ് നല്ല തണുത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല തണുത്ത പാല് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 30 സെക്കൻഡ് നേരം കൂടെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ നല്ല രുചികരമായിട്ടുള്ള അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ബനാന ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് നല്ല കട്ടിയിൽ വേണമെങ്കിൽ പാല് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല.